വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. നമുക്കിപ്പോൾ ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിന് പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ച 2 വ്യക്തികൾക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ചേർന്ന് ന്യൂയോർക്കിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരൻ്റെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. കർത്താവെ, ഞങ്ങൾ ചേർന്ന് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യോജിച്ചൊരു ജീവിത പങ്കാളിയെ കർത്താവ് നൽകണമേ. കുടുംബത്തിൻ്റെ മുഴുവൻ ആത്മീയ വളർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ഇന്ത്യയിലുള്ളവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ആ വർക്ക് മുഴുവൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വെൽവിഷറെ ഈ ജന്മദിനത്തിൽ സകല ബർത്ത്ഡേ ബ്ലെസ്സിങ്സ് കൊണ്ട് കർത്താവെ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോതമംഗലത്തുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ അനുഗ്രഹങ്ങളെ നൽകണമേ. എല്ലാ സാമ്പത്തികമായ ബാധ്യതകളിൽ നിന്നും പൂർണ്ണമായൊരു വിടുതൽ നൽകണമേ. 2 മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ അങ്ങ് അനുഗ്രഹങ്ങളെ നൽകണമേ, കുടുംബത്തിൽ അനുഗ്രഹങ്ങളെ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഇരിങ്ങാലക്കുട ആഗസ്റ്റ് 26 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. SN ക്ലബ് ഓഡിറ്റോറിയം, മുനിസിപ്പൽ ഓഫീസിന് എതിർവശം, ഇരിങ്ങാലക്കുട. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും, കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. സെപ്റ്റംബർ 4 മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കുറഞ്ഞ തുകയ്ക്കുള്ള ഏർലി ബേർഡ് സ്കീം കരസ്ഥമാക്കുവാൻ കഴിയുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. I'm going to talk about enjoy your legal right. ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ നിയമപരമായ അവകാശത്തെ ആസ്വദിക്കുക. That's right. When we come to Luke chapter 13, നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ എത്തിച്ചേരും. verse number 10 up to verse number 16, അതിന്റെ 10 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ we read about a lady who had a bent back and who was miraculously healed by the Lord Jesus. ഇവിടെ നമുക്ക് ഒരു സ്ത്രീയെ, അവരുടെ നടുവിന് കൂനുള്ള ആ സ്ത്രീയെ നമുക്ക് കാണുവാൻ കഴിയാം. യേശു കർത്താവ് അവളെ അത്ഭുതകരമായി സൗഖ്യമാക്കിയതാണ് ഇവിടെ വിവരിക്കുന്നത്. One of the reasons why I love Jesus is that Jesus came down to this world and he became one among us. He was not sitting always in heaven. He left the heavenly throne, came down to this world, and he was wrapped up in human flesh.
He lived just like us. He saw our tears, he saw our sufferings, and he gave his life for us. യേശുവിനെ പറ്റിയുള്ള എനിക്ക് യേശുവിനോട് ഇഷ്ടം തോന്നുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇപ്രകാരമാണ്. സ്വർഗത്തിൽ സിംഹാസനത്തിൽ എന്നും അവിടെ തന്നെ താൻ ഇരുന്ന് ഇല്ല. താൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ ശരീരം ഏറ്റെടുത്ത് മനുഷ്യൻ്റെ ശരീരം ധരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ വന്ന് ആ മനുഷ്യരുടെ കണ്ണുനീർ കണ്ട് അവരുടെ ദുഃഖങ്ങൾ അത് കണ്ട് അതിൻ്റെ ആ മനുഷ്യരോടൊപ്പം ജീവിക്കുകയും അത് മാത്രമല്ല നമ്മളെ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി നൽകിയതുമാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. The greatest good news is that even now at this moment, many of you sitting here, you are facing a lot of problems in your life, but Jesus is there, so loving and so compassionate, watching over you, observing your life, and he is coming into action so that you can come out of that situation victoriously. ഇവിടെ ഇരിക്കുന്ന പല ആളുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസത്തിൻ്റെ കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ഞാൻ പറയാനുള്ളൊരു സന്തോഷത്തിൻ്റെ വാർത്ത ഇതാണ്. യേശു കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില ദിവസങ്ങൾക്ക് ചില നാളുകൾക്ക് ശേഷം യേശു കർത്താവ് നിങ്ങളെ തൊട്ട് നിങ്ങളുടെ ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയത്തെ തന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകും. Hallelujah. Hallelujah. Let us lift up our hands and say hallelujah to Jesus. നിങ്ങൾ കൈകൾ ശരിക്കും ഉയർത്തിക്കൊണ്ട് യേശുവിനെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് യേശുവിനെ സ്തുതിച്ചാലും. Let's read this scripture portion, Luke chapter 13 and verse number 10 onwards. നമ്മൾ ഈ സമയത്ത് ഈ വേദഭാഗം വായിക്കാം. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 10 മുതലുള്ള വേദഭാഗങ്ങൾ. On a Sabbath, Jesus was teaching in one of the synagogues. ഒരു ശബ്ബത്തിൽ യേശു കർത്താവ് ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. Sabbath means a day between Friday evening and Saturday evening. ആ ശബ്ബത്ത് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാത്രിക്ക് ശേഷവും ഞായറാഴ്ച രാത്രിക്ക് മുൻപുമുള്ള ഒരു സമയമാണ്. So practically it was a Saturday. അത് സ്വാഭാവികമായും അത് ശനിയാഴ്ചയാണ്. So on that Saturday, Jesus was teaching in one of the synagogues. ആ ശബ്ബത്തിന്റെ ദിവസം യേശു കർത്താവ് ഒരു പള്ളിയിൽ, യഹൂദന്മാരുടെ ഒരു പള്ളിയിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. Now, a woman was there who had been crippled by a spirit for 18 years. അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ 18 വർഷമായി ഒരു പൈശാചിക ശക്തിയുടെ ഉപദ്രവ നിമിത്തം കൂനിയായിരുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. So in the scripture, the person is mentioned, the problem is mentioned, and the reason for the problem is also mentioned. ഇവിടെ ഈ ദൈവവചന ഭാഗത്ത് അവിടെ ഒരു വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്, ആ വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നത്തെ പറ്റി പറയുന്നുണ്ട്, ആ പ്രശ്നത്തിന്റെ കാരണം എന്നുകൂടെ ഈ വേദഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാം. Person was a lady. ഈ വ്യക്തി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. And the problem was she had a bent back. She was crippled here on around her spine. ആ പ്രശ്നം അവൾ നേരിട്ടത്, അവൾ കൂനിയായിരുന്നു, അവളുടെ നടുവ് വളഞ്ഞിരുന്നു. അതായിരുന്നു അവൾ നേരിട്ടിരുന്ന പ്രശ്നം. When her neighbors and all the people around her looked at her, the problem was a natural physical problem, but Jesus saw the spiritual reason behind it. അവളെ അറിയുന്ന ആളുകൾ അവളുടെ പ്രശ്നം എന്താണെന്ന്, കൂനിയായിരുന്ന നടുവ് വളഞ്ഞെന്നുള്ള ആ പ്രശ്നം ആളുകൾ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ യേശു കർത്താവ് അവളുടെ ആ പ്രശ്നത്തിൻ്റെ പിന്നിലുള്ള കാരണത്തെ, ആത്മീകമായ കാരണം എന്തെന്ന് യേശു കർത്താവ് മനസ്സിലാക്കി. Because Jesus' eyes can reach anywhere. കാരണം യേശുവിന്റെ കണ്ണുകൾക്ക് എവിടെയും എത്തിച്ചേരുവാൻ കഴിയുന്നതാണ്. We see only the problem, but Jesus can see the roots of the problem. നമുക്ക് പ്രശ്നം മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ആ പ്രശ്നത്തിന്റെ പിന്നിലെ കാരണം, അതിന്റെ വേരെവിടെയാണ് ആഴ്ന്ന് ഇറങ്ങിയിരിക്കുന്നത്, അത് യേശു കർത്താവിന് അറിയുവാൻ കഴിയുന്നതാണ്. Can I tell you something? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. Behind many of the problems that we face, the reasons are invisible. നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പിന്നിലുള്ള കാരണങ്ങൾ അത് നമ്മുടെ മുൻപിൽ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അത് മറഞ്ഞിരിക്കുകയാണ്. Reason behind many of the physical problems are spiritual reasons.
പല നമ്മുടെ ഭൗതികമായ ആ മേഖലയിലുള്ള പല പ്രശ്നങ്ങളുടെയും പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് അത് ആത്മീകമായ കാരണങ്ങളാലാണ്. So this lady was crippled not because of any sickness, but it was because of an evil spirit. ഇവൾ കൂനിയായിരുന്നത് ഏതെങ്കിലും രോഗം നിമിത്തമല്ല, പകരം ഒരു പൈശാചിക ആത്മാവിന്റെ ബാധ നിമിത്തമാണ്. Many of the family problems are not financial problems or relationship problems, but spiritual problems. പല കുടുംബ പ്രശ്നങ്ങളും അവിടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ നിമിത്തമല്ല, അല്ലെങ്കിൽ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ നിമിത്തമല്ല, അതിൻ്റെ പിന്നിൽ ചില ആത്മീകമായ കാരണങ്ങൾ ഉണ്ടാവാം. Did you listen to that? നിങ്ങളത് ശ്രദ്ധിച്ചു പോകൂ. Many of the problems that we face have a spiritual reason behind it. നമ്മൾ ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും അതിൻ്റെ പിന്നിൽ ഒരു ആത്മീകമായ കാരണമുണ്ട്. Some families, there are a lot of quarrels going on every day. ചില കുടുംബങ്ങളിൽ എല്ലാ ദിവസവും ഒത്തിരി വഴക്കുകൾ നടക്കുകയാണ്. Basically, they love among themselves, they love each other. സ്വാഭാവികമായും അവര് പരസ്പരം സ്നേഹിക്കുന്നുണ്ട്, അവർ ഒത്തിരി പരസ്പരം കരുതുന്നവരാണ്. Even they don't know why they are quarreling. എന്നാൽ അവർക്കറിയത്തില്ല എന്തിനാണ് അവർ തമ്മിൽ വഴക്കിടുന്നതെന്ന്. The reason is mentioned here. The problem is brought by some evil spirits. അതിന്റെ കാരണം ഇതാണ്, ആ പ്രശ്നങ്ങൾ ഉളവാകുന്നത് ഏതെങ്കിലും പൈശാചികമായ ശക്തികളുടെ പ്രവർത്തന നിമിത്തമാകാം. Some people are sick in their body not because of some germs or fungus or virus or bacteria, but they are because of some demonic spirits coming into that body and causing problems. ചില ആളുകൾ രോഗികളായിരിക്കുന്നത് അതെന്തെങ്കിലും ജെംസിൻ്റെയോ ഏതെങ്കിലും അണുക്കളുടെയോ ഏതെങ്കിലും വൈറസിൻ്റെയോ പ്രശ്നങ്ങൾ നിമിത്തമല്ല, ചില പൈശാചിക ആത്മാക്കൾ അവരുടെ ശരീരത്തിൽ വന്ന് അവർക്ക് രോഗമിടുന്നത് കൊണ്ടാണ് അവർ രോഗികളായിരിക്കുന്നത്. So when Jesus looks at the problem, he can see the root cause. യേശു കർത്താവ് പ്രശ്നങ്ങൾ നോക്കുമ്പോൾ അതിന്റെ മൂല കാരണം എന്തെന്ന് യേശു കർത്താവിന് വളരെ വ്യക്തമായി അറിയുവാൻ കഴിയുന്നതാണ്. This lady, the Bible says, was bent for 18 years. ഈ സ്ത്രീ അവളുടെ നടുവ് വളഞ്ഞിരിക്കുന്നത് 18 വർഷമായി അങ്ങനെ ഇരിക്കുകയാണ്. Bent over and could not straighten up at all. അവൾ കൂനിയായിരുന്നു, അവൾക്ക് നിവർന്നു നിൽക്കുവാൻ ഒട്ടുമേ കഴിയില്ലായിരുന്നു. When Jesus saw her, he called her forward and said to her, "Woman, you are set free from your infirmity." യേശു അവളെ കണ്ട് അടുക്കൽ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനത്തിൽ നിന്ന് നീ സ്വതന്ത്രയായിരിക്കുന്നു എന്ന് പറഞ്ഞു. Now this lady did not come to Jesus. ഈ സഹോദരി യേശുവിന്റെ അടുക്കിലേക്ക് വന്നില്ല. Service was going on in the Jewish synagogue. ഇവിടെ ഈ യഹൂദന്മാരുടെ പള്ളിയിൽ അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. Just like you all are sitting here, this lady was among the people. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് പോലെ ഈ സഹോദരി ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ഇരിക്കുകയായിരുന്നു. Jesus himself called out to her and made her come forward in front of the people, and Jesus spoke some words over her. ആ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് തൻ്റെ അടുക്കിലേക്ക് ആ സ്ത്രീയെ വിളിച്ചിട്ട് യേശു കർത്താവ് അവളോട് ചില കാര്യങ്ങൾ പറയുകയാണ്. What did Jesus say? എന്താണ് യേശു കർത്താവോട് പറഞ്ഞത്? Woman, you are set free from your infirmity. യേശു പറഞ്ഞത്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനത്തിൽ നിന്ന് നീ സ്വതന്ത്രയായിരിക്കുന്നു. When we read Psalm 107, നമ്മൾ സങ്കീർത്തനം 107 വായിക്കുമ്പോൾ I think verse number 20, it says he sent out his word and healed them. അവിടെ 20-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു, അവിടെ പറയുന്നു, അവൻ തൻ്റെ വചനം അയച്ച് സൗഖ്യമാക്കുന്നു. Hello. Jesus sent out his word and healed people. യേശു കർത്താവ് തൻ്റെ വചനമയച്ച് ആളുകളെ സൗഖ്യമാക്കുകയാണ്. Jesus was not using any medicine here. ഇവിടെ യേശു കർത്താവ് എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ ഉപയോഗിക്കുന്നില്ല. Jesus did not operate that bent back. യേശു കർത്താവ് അവിടെ ആ കുനിഞ്ഞിരിക്കുന്ന നടുവിനെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. Jesus did not give her any physiotherapy. അവിടെ ഒരിക്കലും ഒരു ഫിസിയോതെറാപ്പി യേശു കർത്താവ് ചെയ്യുന്നില്ല. He used his words to heal her. യേശു കർത്താവ് തൻ്റെ വചനങ്ങൾ ഉപയോഗിച്ചാണ് ആ സ്ത്രീയെ സൗഖ്യമാക്കുന്നത്. 2000 years later, even today, he uses his words to heal people
2000 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും യേശു കർത്താവ് തൻ്റെ വചനം അയച്ചാണ് ആളുകളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. If you understand this secret, as you are listening to the word of Jesus today, you can be healed. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് രോഗസൗഖ്യങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ്. Verse number 13, then he put his hand on her and immediately she straightened up and praised God. അവളുടെ മേൽ കൈവച്ചു, ഉടൻ തന്നെ അവൾ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. The healing was instantaneous. അവിടെ നടന്ന സൗഖ്യം അത് പെട്ടെന്നുള്ളതായിരുന്നു. As soon as Jesus laid his hands on her, her body straightened up and she started praising God. യേശു കർത്താവ് അവളെ തൊട്ട മാത്രയിൽ അവൾ നേരെ നിൽക്കുവാൻ ഇടയായി തീർന്നു. അവളുടെ ശരീരം നേരെ നിന്ന് അവൾക്ക് സൗഖ്യം വരുവാൻ ഇടയായി തീർന്നു. Hallelujah. എത്ര പേർ കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയും? ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. സെപ്റ്റംബർ 4-ന് മുമ്പ് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് കുറഞ്ഞ തുകയ്ക്കുള്ള ഏർലി ബേർഡ് സ്കീം കരസ്ഥമാക്കുവാൻ കഴിയുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. ഈ മകന്റെ സാക്ഷ്യവുമായിട്ടാണ് ഈ സഹോദരി ഇവിടെ നിൽക്കുന്നത്. സാക്ഷി. Okay. ഇവരുടെ വീടിൻ്റെ കുറച്ചടുത്തായിട്ട് ഒരു കായലുണ്ട്. ഇവരുടെ വീടിൻ്റെ അടുത്ത് ഒരു ദിവസം ഈ സഹോദരി കുഞ്ഞിനെ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ ഈ കുഞ്ഞിൻ്റെ കസിൻ വന്നുകൊണ്ട് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് കളിക്കാൻ വേണ്ടി പോയി. കളിക്കാൻ പോയത് കായലിൻ്റെ വക്കത്തായിരുന്നു. ആ മകൻ, വലിയ മകൻ, തൻ്റെ കൂട്ടുകാരെ അവിടെ കണ്ടപ്പോൾ അവൻ അവരോടൊപ്പം ചേർന്ന് കളിക്കാൻ തുടങ്ങി. ഈ കുഞ്ഞ് ഒറ്റയ്ക്കായിപ്പോയി. അദ്ദേഹത്തിൻ്റെ കാര്യം എല്ലാവരും മറന്നുപോയി. ഇവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പതിയെ നടന്ന് കായലിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ കാല് തെന്നി വെള്ളത്തിലേക്ക് വീണു. ഈ സഹോദരി പറഞ്ഞ ഏതാണ്ട് 15 മിനിറ്റോളം വെള്ളത്തിൽ ആ കായലിൽ കിടന്നിട്ടുണ്ടാവണം എന്നാ പറഞ്ഞത് ഈ കുഞ്ഞ്. പെട്ടെന്ന് ആ കുഞ്ഞിനെ നോക്കിയപ്പോൾ കാണാണ്ടായി. അവൻ അന്വേഷിച്ച് നടന്ന് നോക്കുമ്പോൾ കായലിൽ ഒരു വസ്ത്രം പൊങ്ങിക്കിടക്കുന്നതായിട്ട് കണ്ടു കായലിൽ. അങ്ങനെ വേഗം തന്നെ അവൻ ചാടി ഇറങ്ങി ആ കുഞ്ഞിനെ എടുത്തു. ഇവരെല്ലാവരും കൂടെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇവൻ്റെ ഉള്ളിൽ ഒത്തിരി വെള്ളവും അഴുക്കും ചെളിയൊക്കെ കയറിയിട്ടുണ്ട്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വണ്ടാനത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു ചെളിയും അഴുക്ക് വെള്ളവും ഒക്കെ ഉണ്ട്, അസുഖം ന്യൂമോണിയ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്യണം, കൂടുതൽ ബ്ലഡ് ചെക്കപ്പ് ഒക്കെ നടത്തണമെന്ന് പറഞ്ഞു. ഇവരവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഈ സഹോദരി കോൾ സെൻറ്ററിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മകൻ വീണു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കുഴപ്പം ഉണ്ടാവില്ല, കുഞ്ഞിനെ ദൈവം കാത്തുകൊള്ളും എന്ന് പറഞ്ഞു. ഭർത്താവ് ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി ബ്ലഡെല്ലാം ചെക്ക് ചെയ്തു. തിരികെ വന്നു കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നേരത്തെ കണ്ടിരുന്ന ഒരു കുഴപ്പവും ഇപ്പോഴില്ല, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് കൊണ്ടുവന്നു.
സംഭവിച്ചത് പിറ്റേ ദിവസം രാവിലെ ഇവർ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഡാമിയൻ TV പ്രോഗ്രാമിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നാണ് ഈ സഹോദരി പറയുന്നത്. കായലിൽ വീണ് വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന ഒരു കുഞ്ഞിനെ യേശു കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞു എന്ന് ഡാമിയൻ ബ്രദർ വിളിച്ചു പറഞ്ഞു എന്നാണ് ഈ സഹോദരി പറയുന്നത്. ഇത് നമ്മൾ കേട്ടതാണോ? എല്ലാ ദിവസവും ഞങ്ങൾ TV പ്രോഗ്രാം കണ്ടിട്ടേ പുറത്തോട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഡാനിയൽ ബ്രദർ അന്നേരം പറഞ്ഞു, കുഞ്ഞിനെ യേശുക്രിസ്തു ദൈവം പൊക്കിയെടുത്ത് രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു. എന്റെ ഭാവേ അതുപോലെ തന്നെ ആയിരുന്നു. വെള്ളത്തിൽ ഏത് ഡേറ്റ് വല്ല ഓർമ്മയുണ്ടോ? ഏത് ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്? ഏകദേശം പറഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് 2 മാസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം സംഭവിക്കുന്നത്. നടത്തേണ്ട സമയത്ത് അങ്ങനെ പറഞ്ഞു. സമയത്ത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ പ്രയർ ലൈനിലോട്ട് വിളിച്ചു പറഞ്ഞ് അവയുടെ സൗഖ്യം ഡാനിയൽ ബ്രദർ പറഞ്ഞിട്ടുണ്ട്. എത്ര കുഞ്ഞുങ്ങളുണ്ട് നമുക്ക്? ഒരാള്. ആകെ ഒരാളുള്ളൂ. ഇതാണോ? നിങ്ങൾ കേട്ടായിരുന്നോ? ആകെ ഒരു കുഞ്ഞേ ഉള്ളൂ. ആ കുഞ്ഞാണ് കായലിൽ വീണത്. പക്ഷെ അത്ഭുതകരമായി കർത്താവ് വിടുവിച്ചു. കൈനീട്ടി ആ കുഞ്ഞിനെ ഒന്ന് അനുഗ്രഹിച്ച്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ പൈതലിനെ അനുഗ്രഹിക്കുന്നു. കർത്താവ് പ്രാണനെ വീണ്ടെടുത്തതിനായി നന്ദി പറയുന്നു. കർത്താവ് ആ കുഞ്ഞിനെ കരുതി കണ്ടു. എല്ലാറ്റിനുമായി നന്ദി. അമ്മയെയും അനുഗ്രഹിക്കുന്ന പൈതലിനെയും അനുഗ്രഹിച്ച് ഞങ്ങൾ അയക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കൈകൾ തട്ടി ഒരിക്കൽ കൂടെ യേശുവിന് നന്ദി പറയാം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഇരിങ്ങാലക്കുട ആഗസ്റ്റ് 26 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. SN ക്ലബ് ഓഡിറ്റോറിയം, മുനിസിപ്പൽ ഓഫീസിന് എതിർവശം, ഇരിങ്ങാലക്കുട. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് കേട്ട ദൈവവചനം, സാക്ഷ്യം, ഇതെല്ലാം ഹൃദയങ്ങളിൽ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചെങ്കിൽ അതിനപ്പുറത്ത് ദൈവമേ നിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. 2-3 പ്രാവശ്യം മിസ്കാരേജ് ഉണ്ടായി, കുഞ്ഞ് നഷ്ടപ്പെട്ടു, ഇപ്പോഴും കുഞ്ഞുങ്ങളില്ല. അങ്ങനെയുള്ള ചില ദമ്പതികളെ കർത്താവ് കാണും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇനി ഒരു മിസ്കാരേജ് ഇല്ലാതെ പൂർണ്ണ ആരോഗ്യമുള്ള നല്ല കുഞ്ഞുങ്ങളെ കർത്താവ് അവർക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നട്ടലിന് സാരമായ തകരാറുണ്ടായി, ഞങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കുന്നില്ല. അതുപോലെ പെയിനുള്ള ചില വ്യക്തികൾ, ചിലരാണെങ്കിൽ ട്രാക്ഷനിൽ വെയിറ്റ് കെട്ടിത്തൂക്കിയിട്ട് കിടക്കേണ്ട അവസ്ഥയിലാണ്. ചിലർ ബെൽറ്റ് ധരിക്കുന്നത്, കോളർ ധരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ആ നട്ടലിൻ്റെ തകരാറുകൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. മറ്റൊന്ന് ജോയിൻറ്റുകളിലുള്ള വേദനയാണ്. പൂർണ്ണമായ സൗഖ്യം അവർക്കുണ്ടാകട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഹെപ്പറ്റൈറ്റിസ് B സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ മഞ്ഞപ്പിത്തം ഭയങ്കരമായി ബ്ലഡിൽ നിന്ന് മാറാതെ ടെസ്റ്റുകളിലെല്ലാം വീണ്ടും അതുണ്ടാകുന്ന വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അവർക്കിപ്പോൾ സൗഖ്യം ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. ഇൻ ജീസസ് നെയിം അതുണ്ടാകട്ടെ. ശരീരം മുഴുവൻ വല്ലാതെ നീര് വരുന്ന ചില വ്യക്തികൾ, പൂർണ്ണമായ ഒരു സൗഖ്യം അവർക്കും ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിനുള്ള തകരാറുകൾ കർത്താവ് സൗഖ്യമാകും. ഇൻ ജീസസ് നെയിം. ചില സഹോദരിമാരിൽ ഓവറിയിലുള്ള അണ്ഡാശയത്തിലുള്ള സിസ്റ്റുകളും മറ്റുള്ള തകരാറുകളും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. പൂർണ്ണ വിടുതൽ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ചില അസ്ഥികൾ വളഞ്ഞിരിക്കുന്നത് കർത്താവ് നിവർത്തുകയാണ്. ഇൻ ജീസസ് നെയിം. പൂർണ്ണമായൊരു വിടുതൽ അവർക്കുണ്ടാകട്ടെ. എല്ലാ അബ്നോർമാലിറ്റിയും മാറിപ്പോട്ടെ. ഹോർമോണൽ പ്രോബ്ലംസ് മാറട്ടെ. അസ്ഥികളെ ബാധിക്കുന്ന ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ള രോഗം പൂർണ്ണമായും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഗ്ലൂക്കോമ സൗഖ്യമാകട്ടെ. മൾട്ടിപ്പിൾ മൈലോമ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവ് ആ വിടുതലുകൾ ഇപ്പോൾ പകരുന്നതിനാൽ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ ഓരോരുത്തരിലും അങ്ങ് പ്രവർത്തിക്കുന്നതിനാൽ നന്ദി. താങ്ക് യു ഫാദർ. ഇപ്പോൾ ഈ സമയത്ത് കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കുക. നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും അതിപ്പോൾ യേശുവിനോട് പറയുക. കർത്താവെ, അവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഐ റിലീസ് മിറക്കിൾസ് ഓഫ് ജീസസ് ബിക്കോസ് യു ആർ എ മിറക്കിൾ വർക്കർ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. ഇൻ ജീസസ് നെയിം. ആമേൻ.
ഓരോ ദിവസത്തെയും പ്രാർത്ഥനയിൽ കർത്താവ് ഒത്തിരി പേരെ സൗഖ്യമാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം അത് ചെയ്യുന്നത് യേശുവാണ്, യേശുവിൻ്റെ അദൃശ്യമായ കരങ്ങളാണ്. അങ്ങനെ ചില അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായെങ്കിൽ തീർച്ചയായും സ്ക്രീൻ നമ്പറിൽ വിളിച്ചത് അറിയിക്കണം. മാത്രമല്ല, നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഏത് നേരത്തും പ്രാർത്ഥിക്കാനുള്ള പ്രെയർ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. പല ശുശ്രൂഷകരും അതിൻ്റെ പിന്നിൽ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അയച്ചു തരിക. കൂടാതെ ദൈവപ്രസാദം എന്നൊരു പുതിയ പുസ്തകം ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കോപ്പികൾ ആവശ്യമുള്ളവർ നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇതിനു മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട എൻ്റെ പ്രാർത്ഥനാ ഡയറി അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. കൂടാതെ വിന്നേഴ്സ് ഫാക്ടറി ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. ആശിഷുമാരി മറ്റുള്ള പുസ്തകങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. ബ്ലെസ്സിംഗ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇതിനെക്കുറിച്ച് പറയുക. മാത്രമല്ല, നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. കർത്താവ് നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കും. See you tomorrow. Bye-bye.